ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ അതുപോലെ തന്നെ പോത്തോസിൻ്റെ കുറച്ച് കളക്ഷൻസും നമ്മളൊരു പോത്തോസിൻ്റെ ഒരു പോട്ട് റെഡിയാക്കുന്നതും കൂടിയും വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ചെറിയ വെറൈറ്റീസൊക്കെ നമ്മളെടുത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഗോൾഡൻ മണി പ്ലാന്റ് ഉണ്ട്, അതുപോലെ തന്നെ എൻജോയ് പോത്തോസ് ഉണ്ട്, പിന്നെ മഞ്ജുള പോത്തോസ് സിൽവർ പാറ്റേണിൽ വരുന്ന മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ബോട്ടിലും കുറച്ച് അത്യാവശ്യം വലിയ ബോട്ടിലും ആക്കി ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ പുറത്ത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ കുറച്ച് പീസസ് എടുത്തിട്ട് ഈ ഒരു പോട്ട് ഒന്ന് ഉഷിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നല്ല പീസസ് നോക്കിയെടുത്തിട്ട് ഒരു പോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു മണി പ്ലാന്റിൽ നിന്ന് നമ്മൾ നല്ല പീസസ് നോക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാനുള്ള രീതിയിൽ ഒരു പോട്ടിൽ തന്നെ നല്ല ബൾക്കായിട്ട് ബുഷിയായിട്ട് ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ടും ലോ മെയിൻ്റനൻസ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. കാരണം വളപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ മണി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വെള്ളത്തിലൊക്കെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിത് മണ്ണിലാണ് ഇപ്പം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പീസസ് നോക്കിയിട്ട് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഓരോ ലീഫ് നോഡിൻ്റെ ബാക്കിൽ നിന്നും വേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്താലും ഈ ഒരു ചെടി നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ വീടിനെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ 2 പോട്ടിലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല ഭംഗിയുള്ള പോട്ട് വേണമെന്നൊന്നുമില്ല. ഈ ഒരു ചെടി ഒന്ന് ബൾക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോട്ട് ഏതാണെന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കഴിഞ്ഞ 2 പോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പീസുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ പോട്ടി മിക്സായിട്ട് നമ്മളെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരോ പീസായിട്ട് നമ്മൾ 2 ലീഫ് വരുന്നുള്ള 2 3 ലീഫ് വരുന്ന ഒരു തണ്ടായിട്ടാണ് ഓരോന്നും എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കുഴിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 പോട്ടിലേക്കും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു മണി പ്ലാന്റിനൊക്കെ ഒരു സെമി ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ടുള്ള സൺലൈറ്റ് മാത്രം മതി. ഓവർ സൺലൈറ്റ് കിട്ടി അതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ മാറിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് വെച്ച് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. മുറ്റത്ത് വേണമെങ്കിലും വെക്കാം, നമുക്ക് ഇൻഡോറായിട്ട് വീട്ടിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള പീസും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് മറ്റേ പോട്ടിലും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ 2-3 ദിവസം നമുക്കിതൊരു തണലത്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് പാർഷ്യലായിട്ട് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. എത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ കളക്ഷൻസും പ്ലാൻ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.